പ്രിയ കൂട്ടുകാരെ, ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നും 53 കിലോമീറ്റർ സഞ്ചരിച്ച, അതായത് കല്ലാറുകുട്ടി, കമ്പിളികണ്ടം, നെടുങ്കണ്ടം, അങ്ങനെ 53 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ രാമക്കൽമേട് എന്ന പുണ്യഭൂമിയിൽ എത്തിച്ചേരും. നമ്മൾ ഇതിനു മുൻപ് രാമക്കൽമേട്ടിൽ പോയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. എന്നാൽ നമ്മൾ രാമക്കൽമേട്ടിൽ എത്തുന്നതിന് ഒരു 3 കിലോമീറ്റർ മുൻപ് നമ്മുടെ ഇടതുഭാഗത്തേക്ക് വീണ്ടും ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ ആമപ്പാറയിൽ എത്തിച്ചേരും. ഈ ആമപ്പാറയ്ക്കുള്ള യാത്ര ഓഫ് റോഡ് വാഹനങ്ങൾക്ക് മാത്രമാണ് കയറി പോകാൻ സാധിക്കുക. എന്നാൽ സാഹസികരായ ചില ബൈക്ക് യാത്രക്കാരും അതിൽ കയറി പോകാറുണ്ട്. എന്താണെങ്കിലും നമുക്ക് ആമപ്പാറയിലെ ഈ അതിവിശേഷമായ കാഴ്ചകൾ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഏകദേശം 2 കിലോമീറ്ററിലധികം കാൽനടയായി സഞ്ചരിച്ചാണ് ഞങ്ങൾ ആമപ്പാറയിൽ എത്തിയത്. ഈ കഴിഞ്ഞ ദിവസം ആമപ്പാറയിൽ ഒരു ഓഫ് റോഡ് ജീപ്പ് ആക്സിഡൻറ്റിൽപ്പെടുകയും അതിലെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകൾ ഏൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസുകാർ ആമപ്പാറയിലേക്കുള്ള സന്ദർശനത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് കാൽനടയായി ആമപ്പാറയിലേക്ക് വരേണ്ടിയും വന്നു. ഞങ്ങളിതാ ആമപ്പാറയിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നിന്നുമുള്ള കാഴ്ചകൾ അതിമനോഹര കാഴ്ചകളാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുക. ഇതാണ് ആമപ്പാറയ്ക്കുള്ള ഓഫ് റോഡിൻ്റെ ഒരു ഏകദേശ രൂപം. ഇതിലെ ചില സാഹസികരായ ബൈക്ക് യാത്രക്കാരും എത്തിച്ചേരാറുണ്ട്. എന്താണെങ്കിലും നമുക്ക് മുകളറ്റം വരെ ഒന്ന് പോയി നോക്കാം. ഇവിടുത്തെ വിശേഷങ്ങൾ നേരിൽ കാണാം. ഇതാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസ്. ഇതാണ് ആമപ്പാറ. നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊന്ന് കടന്നു നോക്കിയാലോ? ഏകദേശം 15-20 അടിയോളം തള്ളി നിൽക്കുന്ന ഈ പാറ പ്രകൃതിയുടെ ഒരു വികൃതി തന്നെ ആണെന്ന് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇതിൻ്റെ മറുഭാഗം അഗാധമായ കൊക്കയാണ്. അതിലേക്ക് വീഴാതിരിക്കുവാൻ ഇവിടെ നല്ല ഈടും ഉറപ്പുമുള്ള വേലി കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഇതാ, ഈ ഒരൊറ്റ മുഴയിൽ തട്ടിയാണ് ഈ പാറ ഇങ്ങനെ നിൽക്കുന്നത്. ശേഷിക്കുന്ന ഭാഗങ്ങൾ ഏകദേശം ഒരു 15-20 അടിയോളം പാറ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതാ, ഇതിനുള്ളിൽ ഒരാൾ നിൽക്കുന്നത് നമുക്ക് വ്യക്തമായി കാണാം. ഇതിൻ്റെ മറ്റെല്ലാ ഭാഗങ്ങളും
ഒരു സ്ഥലത്തും ടച്ചില്ലാതെ ഇങ്ങനെ കുട നിവർത്തി വച്ചതുപോലെ നിൽക്കുന്നു. ഇതിനിടയിൽ കൂടി എല്ലാം ആളുകൾ നുഴഞ്ഞു കയറുന്നുണ്ട്. നമുക്ക് ഇതിനിടയിൽ കൂടി നുഴഞ്ഞു കയറി നോക്കിയാലോ? ഈ രണ്ട് പാറകൾക്കിടയിൽ കൂടി ഇതുപോലെ ഇഴഞ്ഞു വേണം മുന്നോട്ട് നീങ്ങുവാൻ. ആരോ ഉപേക്ഷിച്ചു പോയ ഒരു പ്ലാസ്റ്റിക് കുപ്പിയാണ്. ഞാനത് പുറത്തേക്ക് നീക്കുവാൻ ശ്രമിക്കുകയാണ്. ഇനിയും കുറച്ച് ദൂരം കൂടി മുന്നോട്ട് സഞ്ചരിച്ചുവെങ്കിൽ മാത്രമേ എനിക്ക് പാറയുടെ പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ രണ്ട് കൂറ്റൻ പാറകൾക്കിടയിൽ നിന്നും ഞാൻ വളരെ സാഹസികമായി പുറത്തു കടന്നു. കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ആമപ്പാറയിലെ ഏറ്റവും വിശേഷപ്പെട്ട കാഴ്ചകൾ. പ്രിയ കൂട്ടുകാരെ, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി, കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.